കെ.സി. വേണുഗോപാൽ കോൺഗ്രസിലെ അവസാന വാക്കായി മാറിയതെങ്ങനെ? കെ.സി. വേണുഗോപാലാണ് ഇന്ന് ദേശീയ കോൺഗ്രസിലെ ആത്യന്തികമായിട്ടുള്ള അവസാന വാക്ക്. കെ.സി. വേണുഗോപാൽ തീരുമാനിക്കും, കെ.സി. വേണുഗോപാൽ നടപ്പിലാക്കും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. രാഹുൽ ഗാന്ധിയൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കെ.സി. വേണുഗോപാൽ എങ്ങനെയാണ് ഇത്രയും കരുത്തുറ്റ നേതാവായി ദേശീയ രാഷ്ട്രീയത്തിൽ മാറിയത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. കെ.സി. വേണുഗോപാൽ 1963 കണ്ണൂരിലെ പയ്യന്നൂരിലാണ് ജനിച്ചത്. അച്ഛൻ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ, അമ്മ ജാനകിയമ്മ. കണ്ണൂർകാരനാണെങ്കിലും അദ്ദേഹം ആലപ്പുഴക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകം ആലപ്പുഴയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥലം എന്ന് വേണമെങ്കിൽ ആലപ്പുഴയെ വിശേഷിപ്പിക്കാം. 1987 KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ടാണ് കെ.സി. വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് കെ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന നിലയിൽ കെ.സി. വേണുഗോപാൽ മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് കെ കരുണാകരനെ തള്ളിമാറ്റിക്കൊണ്ട് തിരുത്തൽവാദി ഗ്രൂപ്പിലേക്ക് അദ്ദേഹം പോകുന്നതാണ് കണ്ടത്. പിന്നീട് കെ.സി. വേണുഗോപാലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അദ്ദേഹം പിന്നീട് ഒറ്റയ്ക്ക് വഴിവെട്ടി വളർന്നു വന്ന നേതാവായി മാറുകയായിരുന്നു. 1992 മുതൽ 2000 വരെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറി. 1996 ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കന്നി മത്സരം MLA എന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചു കയറി. പിന്നീട് 2001 2006 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് MLA ആയി. പിന്നീട് 2004 2006 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൽ അദ്ദേഹം ദേവസ്വം മന്ത്രി, അതേപോലെ തന്നെ ടൂറിസം വകുപ്പിൻ്റെയും മന്ത്രിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2009 അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2011 മുതൽ 2014 വരെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. 2011 അദ്ദേഹം ഊർജ സഹമന്ത്രിയായി. 2012 അദ്ദേഹം വ്യോമയാന സഹമന്ത്രിയായി മാറുന്നത്. പിന്നീട് 2011 അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയായി സംഘടനാ ചുമതലയിലേക്ക് ഉയർത്തപ്പെടുന്നു. 2014 വീണ്ടും അദ്ദേഹം ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് MP ആയി. 2019 അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ വിമുഖത കാണിച്ചതോടുകൂടി പാർട്ടി അദ്ദേഹത്തെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാക്കി മാറ്റി. നിലവിൽ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. പഴയ ഗ്രൂപ്പുകളെയൊക്കെ അദ്ദേഹം മറന്നിരിക്കുന്നു. കൃത്യമായ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനായി കെ.സി. വേണുഗോപാൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കെ.സി. വേണുഗോപാലിൻ്റെ പ്രൊഫഷണലിസം കേരളം കാണുന്നത്. ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കെ.സി. വേണുഗോപാൽ കേരളത്തെ മാത്രമല്ല ഇന്ത്യയാകെ പഠിപ്പിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതായത് അദ്ദേഹം ഓരോ മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ അനുകൂലികളെ വെച്ചുകൊണ്ട് സർവേ നടത്തിയതിന് ശേഷം സാമുദായിക പരിഗണനയടക്കം വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തി. പഴകുളം മധു അടക്കമുള്ള ഒരു വലിയ സംഘം പുതുമുഖ സ്ഥാനാർത്ഥികളെയാണ് അദ്ദേഹം ഇത്തവണ നിർത്തിയത്. എന്ന് മാത്രമല്ല 18 ദിവസം അദ്ദേഹം ഉറക്കളച്ചുകൊണ്ട് കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു. 60 മണ്ഡലങ്ങളിലെ ക്രൗഡ് പുള്ളറായി മാറാൻ ഇത്തവണ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞു. മാത്രമല്ല ഉത്തരേന്ത്യയിൽ നടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ചാലക്കുടി അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ ഇറക്കിക്കൊണ്ട് വലിയ തോതിൽ ഒരു ഓളമുണ്ടാക്കാൻ, വലിയ തോതിൽ പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൗശലം നമ്മൾ കാണുന്നത് മറ്റൊരു രംഗത്തു കൂടിയാണ്. അതായത് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരെ അദ്ദേഹം പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി എന്ന് നമുക്ക് കാണാൻ കഴിയും. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N. സുബ്രഹ്മണ്യം അടക്കമുള്ളവരെ അദ്ദേഹം തകർത്തെറിഞ്ഞു. ഒപ്പം തന്നെ VD സതീശനെ അനുകൂലിക്കുന്ന 8 പേർക്കാണ് കെ.സി. വേണുഗോപാൽ പട്ടികയിൽ ഇടം നൽകിയത്. ബാക്കിയെല്ലാം തന്നെ അന്തിമ പട്ടിക തീരുമാനിച്ചത്, ആരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ മത്സരിക്കണമെന്ന് അന്തിമമായി തീരുമാനിച്ചത് ഇത്തവണ കെ.സി. വേണുഗോപാലാണ്. അങ്ങനെ കൃത്യമായ ആധിപത്യം തനിക്ക് സ്ഥാനാർത്ഥികളുടെ
മേൽ ഉണ്ടാക്കിയെടുക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. അത്തരത്തിൽ UDF ജയിച്ചാൽ, കോൺഗ്രസ് ജയിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും KC വേണുഗോപാൽ പക്ഷത്തേക്ക് മാറുന്നവരാണ്, KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് KC വേണുഗോപാലിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു വിശേഷണം അദ്ദേഹത്തിന് നേടിക്കൊടുക്കാനുള്ള കാരണം. അത്തരത്തിൽ എതിരാളികളെ ഒതുക്കിയും തനിക്ക് അനുകൂലമായി നിൽക്കുന്നവരെ വളർത്തിയുമാണ് KC വേണുഗോപാൽ ഇന്ന് കാണുന്ന ഹൈക്കമാൻഡ് എന്ന നിലയിലേക്ക് വളർന്നു വന്നത്. രാഹുൽ ഗാന്ധിയെപ്പോലും സ്വാധീനിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധിക്കപ്പുറത്തേക്ക് വളർന്നുകൊണ്ട് KC വേണുഗോപാൽ ഹൈക്കമാൻഡ് എന്ന നിലയിലേക്ക് വളർന്നത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൗശലം, ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരൻ എങ്ങനെ പെരുമാറണം, എത്തരത്തിൽ പെരുമാറണം, എങ്ങനെ എപ്പോഴൊക്കെ എന്തെല്ലാം തീരുമാനമെടുക്കണം എന്നുള്ള കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. അതാണ് ഇന്ന് കാണുന്ന KC വേണുഗോപാൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.